ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ തന്ത്രിയെ മാത്രം ലക്ഷ്യമിട്ട എസ്.ഐ.ടി. തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എസ്.ഐ.ടി. ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. തന്ത്രിക്കെതിരെ തെളിവില്ല എന്ന പരാമർശം റദ്ദാക്കണമെന്നും കോടതിയിൽ ഇവർ ആവശ്യപ്പെടുന്നു. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് തന്ത്രിക്കെതിരെ വ്യക്തമായ ഗൂഢാലോചന എസ്.ഐ.ടി. നടത്തുകയാണ്. ഈ കേസിൽ നിരവധി പ്രമുഖർക്ക് ജാമ്യം ലഭിച്ചു. പക്ഷേ അതിലൊന്നും ആക്ഷേപം ഉന്നയിക്കാത്ത എസ്.ഐ.ടി. തന്ത്രിയുടെ ജാമ്യം റദ്ദാക്കണം എന്ന് മാത്രം പരാമർശിച്ച് ഇപ്പോൾ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ. വിനോദ, തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എസ്.ഐ.ടി. അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുള്ളത്. തന്ത്രിക്കെതിരെ തെളിവില്ലെന്ന വിചാരണ കോടതിയുടെ പരാമർശം ഉൾപ്പെടെ റദ്ദാക്കണമെന്നുള്ള ഒരു ആവശ്യവും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. തന്ത്രിയെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അപ്പീൽ നീക്കമാണ് എസ്.ഐ.ടിയുടെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. നേരത്തെ എൻ വാസു, പത്മകുമാർ ഉൾപ്പെടെയുള്ള CPM നേതാക്കളായിട്ടുള്ള പ്രതികളൊക്കെ തന്നെ പുറത്തിറങ്ങിയിരുന്നു. അന്നൊന്നും തന്നെ ഈ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ജാമ്യം റദ്ദാക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടോ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനായിട്ടുള്ള നീക്കമൊന്നും തന്നെ എസ്.ഐ.ടി. നടത്തിയിരുന്നില്ല. പക്ഷേ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യം റദ്ദാക്കി അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കണമെന്നുള്ള ഒരു ഉദ്ദേശം, ആ ഒരു ലക്ഷ്യം എസ്.ഐ.ടിക്കുണ്ട്, സംസ്ഥാന സർക്കാരിനുണ്ട്. അതിൽ ചില ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു ആക്ഷേപം നേരത്തെ തന്നെ ഉന്നയിക്കപ്പെട്ടതാണ്. ഇപ്പോൾ ഹൈക്കോടതി നൽകിയിട്ടുള്ള അപ്പീലിലടക്കം തന്ത്രി കണ്ഠരര് രാജീവർക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആക്ഷേപങ്ങളാണ് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ദ്വാരപാലക പാളികൾ സ്വർണം പൂശിയതാണെന്ന് തന്ത്രിക്ക് അറിയാമായിരുന്നു എന്നുള്ളതും, അതുമാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് തന്ത്രിക്ക് ബന്ധമുണ്ട്, ഇത് സാധൂകരിക്കുന്ന തെളിവുകൾ ഉണ്ടെന്നാണ് എസ്.ഐ.ടിയുടെ പക്ഷം. പക്ഷേ നേരത്തെ വിചാരണ കോടതി പറഞ്ഞത് ഈ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ, ഭരണ തലത്തിലുള്ള എല്ലാ നടപടികളും സ്വീകരിക്കേണ്ട ഉത്തരവാദിത്വം ഒക്കെ തന്നെ ബാധ്യതയും ദേവസ്വം ബോർഡിനാണ്. തന്ത്രിക്ക് എങ്ങനെയാണ് അതിലൊരു ഉത്തരവാദിത്വം ഉണ്ടാകുക? താന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിശ്ചയിക്കുന്ന, തീരുമാനമെടുക്കുന്ന ഒരു വ്യക്തിയാണ്. പ്രാഥമികമായിട്ടുള്ള തെളിവുകളൊന്നും തന്നെ എസ്.ഐ.ടിക്ക് വിചാരണ കോടതിയിൽ സമർപ്പിക്കാനും സാധിച്ചില്ല. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തന്ത്രി കണ്ഠരര് രാജീവർക്ക് വിചാരണ കോടതി, കൊല്ലത്തെ വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. പക്ഷേ ഹൈക്കോടതിയിൽ വന്നപ്പോൾ തന്ത്രിക്കെതിരെ വലിയ രീതിയിലുള്ള തെളിവുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്, വലിയ രീതിയിലുള്ള കണ്ടെത്തലുകൾ അപ്പീലിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ഗൂഢാലോചനയായിട്ടുള്ള ആക്ഷേപത്തിന് പ്രധാനമായിട്ടുള്ള കാരണം. നേരത്തെ വിജിലൻസ് കോടതി പറഞ്ഞത് പ്രഥമ ദൃഷ്ട്യാ തന്നെ തന്ത്രിക്കെതിരെ തെളിവുകളില്ല, അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ജാമ്യം അനുവദിച്ചത്. അപ്പോൾ തന്ത്രിക്കെതിരെ തെളിവുകൾ കെട്ടിച്ചമയ്ക്കേണ്ട ഉത്തരവാദിത്വം എസ്.ഐ.ടിക്ക് ഉണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ അപ്പീൽ നൽകുകയായിരുന്നു. എന്തായാലും തന്ത്രിയുടെ ജാമ്യം റദ്ദാക്കണമെന്നുള്ളതാണ് പ്രധാനമായിട്ടുമുള്ള ആവശ്യമായിട്ട് എസ്.ഐ.ടി. ഉന്നയിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ വിചാരണ കോടതി നേരത്തെ തന്ത്രിക്ക് എതിരെ തെളിവുകളില്ലാതെ അറസ്റ്റ് ചെയ്തു എന്ന ഉൾപ്പെടെയുള്ള നിരീക്ഷണങ്ങൾ നടത്തിയത് എസ്.ഐ.ടിയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയായിരുന്നു. അത് സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരുന്നത് പ്രതിപക്ഷം ഉൾപ്പെടെ ഏറ്റെടുത്ത ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിലും പശ്ചാത്തലത്തിലുമാണ് ആ തെളിവുകൾ ഇല്ല എന്നുള്ള പരാമർശം നീക്കം ചെയ്യണമെന്നുള്ള ആവശ്യവും എസ്.ഐ.ടി. സംഘം ഹൈക്കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. എന്നാലും ഹൈക്കോടതിയിൽ അപ്പീൽ എത്തിയതേ ഉള്ളൂ. അടുത്ത ദിവസമായിരിക്കും ഹൈക്കോടതി ഈ അപ്പീൽ പരിഗണിക്കുക. ആ ഘട്ടത്തിൽ എന്ത് നിലപാടാണ് ഹൈക്കോടതി സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറെ പ്രസക്തം. എന്തായാലും പത്മകുമാറും വാസു ഉൾപ്പെടെയുള്ള CPM നേതാക്കളായിട്ടുള്ള പ്രതികളൊക്കെ തന്നെ പുറത്തു നിൽക്കുന്നതിൽ സർക്കാരിന് യാതൊരു ആക്ഷേപവുമില്ല, എസ്.ഐ.ടിക്കും പ്രശ്നമില്ല. പക്ഷേ തന്ത്രി കണ്ഠരര് രാജീവരെ മാത്രം പുറത്തു നിർത്തുന്നത് തെറ്റാണെന്നുള്ളൊരു നിലപാടാണ് സർക്കാരിനും എസ്.ഐ.ടിക്കും. തന്ത്രിയെ എങ്ങനെയെങ്കിലും ജയിലിൽ അടക്കിയെന്ന ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യം റദ്ദാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത്. വിചാരണ കോടതിയിൽ സമർപ്പിക്കാനായിട്ട് തെളിവുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ തന്ത്രിക്കെതിരെ വലിയ രീതിയിൽ തെളിവുകൾ കെട്ടിച്ചമയ്ക്കപ്പെട്ട ഒരു സാഹചര്യവും ഉണ്ടായി. വിനോദ്, വ്യക്തമാണ്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ തന്ത്രിയെ മാത്രം ലക്ഷ്യമിടുകയാണ് എസ്.ഐ.ടി. തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എസ്.ഐ.ടി. ഹൈക്കോടതി പ്രത്യേകം അപ്പീൽ നൽകിയിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു.